ഹായ് ആനന്ദ്. ഹായ്. നീ എന്താ ഇവിടെ? ഞാൻ ജാസ്മിനെ ഒന്ന് കാണാൻ. മറ്റൊന്നിനുമല്ല. ഐ ഓ യു ആൻ അപ്പോളജി. ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. ജാസ്മിൻ്റെ ആയിരുന്നു. അവസാനം എനിക്ക് ക്ലിയറൻസ്. ഇത് വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. സർ, ഒന്ന് ചെക്ക് ചെയ്യണം സർ. എക്സ്ക്യൂസ് മീ. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഐ ആം റിയലി സോറി. ഏയ് അങ്ങനെയൊന്നുമില്ല. യു ഡിഡ് യുവർ ജോബ്. ദാറ്റ്സ് ഇറ്റ്. ഇസ് ദാറ്റ് ഓക്കേ? ഓക്കേ സർ. ഇത്രയും സെൻസേഷണൽ ആയ ഒരു കേസായതുകൊണ്ട് ഞാൻ അല്പം എക്സൈറ്റഡ് ആയിപ്പോയി. ഐ സെഡ് ഇറ്റ്സ് ഓൾ റൈറ്റ്. ഫ്രെഡി, ആ ഡിഷ് ഒന്ന് ചെക്ക് ചെയ്തേക്കും. ഇതെന്താ വിജയേട്ടാ, വണ്ടിയും ക്രൂ കേട്ടുന്ന എന്താ പരിപാടി? അറിഞ്ഞിട്ടിപ്പോ എന്താണ്? ആ, ദേ മാറിയില്ല. ഐ ടെൽ യു മാൻ. എക്സ്ക്യൂസ് അസ്. സച്ചിദാനന്ദനാണ് എന്റെ ടാർഗറ്റ്. അക്കാര്യം യാ, ഇവിടെ അടുത്ത് അയാൾക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ട്ലിംഗ് യൂണിറ്റ് ഉണ്ട്. പക്ഷെ കുപ്പിയിൽ കയറുന്നത് വ്യാജന. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ടിവിയിൽ എന്റെ പ്രോഗ്രാം കാണുക. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം. വേണ്ട. വിജയേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിയുന്നത്? ഇറ്റ്സ് ബിക്കോസ് ഐ ഹാവ് എ നോസ് ഫോർ ന്യൂസ്. ഹീറോ വർഷിപ്പിന്റെ മിൽസൺ ബൂൺ പ്രായം കഴിഞ്ഞെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഭാഗ്യം. Coming, 1 minute.
It's you. Yes. Yes, I know it's you. No. No. Brenda. Brenda. No. No. Stop it. അതെ, ഞാൻ തന്നെ. But why? നിങ്ങൾ എന്തിനിത് ചെയ്തു? ചതിയനാണ് നിങ്ങൾ. ചതിയൻ. ഇല്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ചതിച്ചവനാണ് ഞാൻ. So shoot me. അച്ഛനെ പോലെ നീ സ്നേഹിച്ച ജസ്റ്റിസ് മേനോനെ കൊന്നവനാണ് ഞാൻ. So shoot me. നിന്നെ മുന്നിൽ നിർത്തിയ RV തമ്പുരാനെ കൊന്നത് ഞാനാണ്. So shoot me. വയ്യല്ലേ? അങ്ങനെ അങ്ങ് ഒരാളെ കൊല്ലാൻ ആർക്കും ആവില്ല. പക്ഷെ ഞാൻ കൊന്നു 2 പേരെ. ഇനിയും കൊല്ലും 2 പേരെ കൂടി. എന്തിനാണെന്ന് അറിയണ്ടേ? അറിയണം. നീ അതറിയണം. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ബട്ട് വൺ തിങ്, ഇത്തരം സെൻസിറ്റീവ് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുമ്പോൾ ആരുടെയും മുഖം നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇറ്റ്സ് ഓക്കെ. ബൈ. ആ വിഷ്ണു, അതല്ല അല്ല, ഇവിടെ പറഞ്ഞ മാസ്റ്റർ കോപ്പിയാണ്. കോപ്പി എടുത്തേച്ച് കൊടുക്ക. ആ വിഷ്ണു പറയൂ. 4 മണിക്കല്ലേ? ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ. ആ, ഇനി സാറ് വന്ന കാര്യം പറയാം. പക്ഷേ നീ ആ 2 ഫോണും ഒന്ന് മാറ്റിവെക്കേ. ഇത് കണ്ടിരിക്കാൻ തുടങ്ങിയിട്ടേ 1 മണിക്കൂറായി. അതെ, ഒരു കോള് മിസ് ചെയ്താൽ ചിലപ്പോൾ കൈവിട്ടു പോകുന്നത് ഒരു ചൂടൻ വാർത്തയായിരിക്കും. സെൻസേഷണൽ സ്കൂപ്പ്. എനിക്ക് തരാനുള്ളതും അത് തന്നെയാ, ഒരു ചൂടൻ വാർത്ത, ആളുകളെ ഞെട്ടിക്കുന്ന ഒരു ഐറ്റം. എന്റെ നാട്ടില് പഴയ ഒരു പോലീസുകാരനുണ്ട്, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ നായർ. കുറച്ചു ദിവസം മുമ്പ് അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അയാൾക്ക് പരസ്യമായിട്ടൊന്ന് കുമ്പസരിക്കണം. സർവീസിലിരുന്ന കാലത്ത് അയാൾ ചെയ്ത ചില കാര്യങ്ങളെ പറ്റി ഒരു ഏറ്റുപറച്ചിൽ, എ മേജർ കൺഫെഷൻ. അതോടെ ഉന്നതരായ പലരുടെയും തനി നിറം പുറത്തു വരുമെന്ന അയാൾ പറയുന്നത്. എന്താണ് ദാറ്റ് ഐ ഡോണ്ട് നോ. അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ പ്രസിദ്ധീകരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ എനിക്കാവില്ലല്ലോ. ഇങ്ങനെ സാഹസികമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ച് എങ്ങും എത്താതെ പോയൊരു പത്രക്കാരനാണ് ഞാനെന്ന് അയാൾക്കറിയില്ല. അതാ ഞാൻ നിന്റെ അടുത്ത് വന്നത്. എഡിറ്ററുടെ തിരുത്തുകളോ മാനേജ്മെന്റിന്റെ സെൻസർഷിപ്പോ ഒന്നും കൂടാതെ അയാളുടെ കൺഫെഷൻ നിന്റെ ചാനലിലൂടെ ജനങ്ങൾ അറിയണം. വോണ്ട് യു ഡു ഇറ്റ്? എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞത്? അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ചേട്ടാ? ആ, ബീഡി വേണമെന്നില്ല. പറയാനുള്ളത് മുഴുവൻ തുറന്ന് പറയാം. ഒരു പേടിയും വേണ്ട. പേടിയോ? എനിക്കൊരാളെ മാത്രമേ പേടിയുള്ളൂ, മനസ്സാക്ഷിയെ. സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് വർഷം 20ആയി. ഇനി വയ്യ. ഈശ്വരൻ പോലും പൊറുക്കാത്ത തെറ്റ് ചെയ്തവനാണ് ഞാൻ. അതും നല്ലവനിൽ നല്ല